ഇതിനിടയിൽ ഇറാന്റെയും അമേരിക്കയുടെയും കണ്ണിൽ കരടായ നിരവധി നേതാക്കൾ ഇപ്പോൾ ഹമാസിന്റെ ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ നേതാക്കളുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ കൊല്ലപ്പെട്ടു എന്ന് അഭ്യൂഹങ്ങൾ നിലനിൽക്കെ പൊതുവേദിയിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന കമാൻഡർ ജനറൽ അഹമ്മദ് വാഹിദി പ്രത്യക്ഷപ്പെട്ടതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി. ഇറാന്റെ നിഴൽ ജനറൽ, ഷാഡോ ജനറൽ എന്നറിയപ്പെടുന്ന അഹമ്മദ് വാഹിദി മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായാണ് ടെഹ്റാനിൽ എത്തിയത്. ഇദ്ദേഹം മരിച്ചുവെന്നായിരുന്നു, അതായത് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരിച്ചുവെന്നായിരുന്നു വലിയ പ്രചരണങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. IRGC നേതൃത്വം വഹിക്കുന്ന വാഹിദി ഇറാന്റെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയാണ് അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണ്ണിലെ കരടാണ്. കാരണം ഖമനേയിക്ക് ശേഷം ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ഇറാനിലേറെ സ്വാധീനമുള്ള ആളാണ്. ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന ചോദ്യമൊക്കെ ഉയരുന്നു. ഈ ശവസംസ്കാര ചടങ്ങുകളിൽ സജീവമായ നേതൃത്വം ഇപ്പോൾ വാഹിദി ചെലുത്തുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇത് നമുക്കറിയാം, അജയ് സുധാ ബിജു ഈ വാഹിദിയുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, വിവിധ നേതാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്ബുള്ളയുടെ നേതാവ് പങ്കെടുക്കുന്നു, ഹമാസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ ഒട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും സുഖിക്കുന്ന ഒരു ചടങ്ങല്ല ഇത്. തീർച്ചയായിട്ടും ഇറാൻ ഈ ചടങ്ങിലൂടെ അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും വലിയൊരു സന്ദേശം കൂടി നൽകാനാണ് ഒരുങ്ങുന്നത്. ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർണ്ണമാകുന്നതോടുകൂടി ഇറാൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ചർച്ചയ്ക്ക് പങ്കെടുക്കും എന്നുള്ളതാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. ഇപ്പോൾ നിലവിൽ പൊതുമധ്യത്തിൽ എത്തിയിരിക്കുന്ന IRGCയുടെ മുതിർന്ന കമാൻഡറും അതുപോലെ അവരുടെ ഷാഡോ കമാൻഡർ എന്ന് വിശേഷിപ്പിക്കുന്ന ജനറൽ അഹമ്മദ് വാഹിദി, ഇയാളെ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പൊതുമധ്യത്തിൽ കാണാനില്ലായിരുന്നു. ഏതാണ്ട് ഫെബ്രുവരി 8-നാണ് റെക്കോർഡുകൾ പ്രകാരം ഇയാൾ അവസാനമായി പൊതുമധ്യത്തിലെത്തുന്നത്, ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം അഹമ്മദ് വാഹിദി തീർച്ചയായിട്ടും അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒന്നും തന്നെ പൊതുവേദിയിൽ കണ്ടിട്ടില്ല. പിന്നീട് അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അമേരിക്ക തന്നെ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ പുറത്തുവിട്ടിട്ടുള്ള നേതാക്കളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരുമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തിയിരുന്നത്. ഇപ്പോൾ അഹമ്മദ് വാഹിദി പൊതുവേദിയിൽ എത്തിയതോടുകൂടി ഇറാൻ എത്ര രഹസ്യാത്മകമായിട്ടാണ് അവരുടെ നേതാക്കളെ കാത്തുസൂക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം കൂടി വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം മാത്രമല്ല, അഹമ്മദ് വാഹിദ് മാത്രമല്ല, IRGCയുടെ മറ്റൊരു ജനറലായിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ റസൈ എന്ന് പറയുന്ന ഒരു നേതാവ് കൂടി നിലവിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് എത്തിയിട്ടുണ്ട്. ഇദ്ദേഹവും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന നേതാവായിരുന്നു. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഈ കമാൻഡർ ജനറലിനെയും പൊതുമധ്യത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന അതുപോലെ പൊതുമധ്യത്തിൽ എത്താതിരുന്ന പല നേതാക്കളും ഇപ്പോൾ സ്വതന്ത്രരായിട്ട് രണ്ടാം നിരയിലെ നേതാക്കളായിട്ട് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. തീർച്ചയായും ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, അവിടെ ഇറാനിൽ വലിയ എതിർപ്പ് ഭരണകൂടത്തിനെതിരെ ജനങ്ങൾക്കിടയിലുണ്ട്. അടിച്ചമർത്തലാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രീതി. ഈ അയത്തുള്ള അലി ഖമേനി ജീവിച്ചിരുന്നപ്പോൾ തന്നെ വലിയ പ്രക്ഷോഭത്തിന് ആ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.